ഇടം എന്ന് പറഞ്ഞാൽ സ്പേസ് ആണ്. അപ്പോ അതാണ് നിറഞ്ഞിരിക്കുന്നത്, ബ്രഹ്മമാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ മനസ്സ് സമനില പ്രാപിച്ചിട്ടുള്ളവർക്ക് ആ ബ്രഹ്മത്തില് എത്തി നിൽക്കുന്നവരാണ് എന്നാണ് ഇന്നലെ പറഞ്ഞത്. അതാണ് അല്ലെ, അതിലെത്തി നിൽക്കുന്നവരാണ്. അപ്പോ ആ ബ്രഹ്മസ്ഥിതി പ്രാപിച്ചവര്, ആ ബ്രഹ്മനിഷ്ഠരായ ആളുകള്, ബ്രഹ്മസ്ഥിതി പ്രാപിച്ചിട്ടുള്ളവര്, അവര് ശരീരമുള്ളിടത്തോളം കാലം പ്രപഞ്ചത്തില് മറ്റുള്ളവരെ പോലെ തന്നെ എന്താണ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നതായിട്ട് മറ്റുള്ളവർക്ക് തോന്നാം. പക്ഷെ എന്നാലും അവരെ തിരിച്ചറിയാൻ പ്രയാസമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ, ബ്രഹ്മനിഷ്ഠരായ ആളുകളുടെ പ്രത്യേകത എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി അടുത്തത് ഭഗവാൻ പറയാൻ പോകുന്നത്. 20ാമത്തെ ശ്ലോകത്തില് അതാണ് പറയുന്നത്, അവരുടെ പ്രത്യേകത. 20ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദിജേത് പ്രാപ്യ ച പ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിത. ഇതാണ് അവരുടെ അവസ്ഥ. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോ ദ്വിജേത് പ്രാപ്യ ച പ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിത. സ്ഥിരബുദ്ധി, അവർ സ്ഥിരബുദ്ധി ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉള്ളിലേക്ക് അന്തർമുഖമായി ഉള്ളില് ഏകാഗ്രപ്പെട്ടിട്ടുള്ള ബുദ്ധിയോട് കൂടിയവരാണ്. അതാണ് സ്ഥിരബുദ്ധി എന്ന് പറയുന്നത്. ബുദ്ധി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിങ്ങനെ സ്ഥിരത ഉണ്ടാവില്ല ഇതിന്. അപ്പൊ ബുദ്ധി സ്ഥിരമാവണമെങ്കിൽ എന്ത് വേണം? ഉള്ളിലേക്ക് വരണം. അപ്പൊ അങ്ങനെ ബുദ്ധി ഉള്ളിലേക്ക് തിരിഞ്ഞ് ഏകാഗ്രപ്പെട്ടിട്ടുള്ള ബുദ്ധിയോട് കൂടിയിട്ടുള്ളവര് അസമ്മൂഢ. അസമ്മൂഢ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഒന്നിനും അവരെ പ്രലോഭിക്കാൻ സാധ്യമില്ല എന്നാണ് പറയുന്നത്. ഈ ലോകത്തിലുള്ള ഒന്നിനാലും പ്രലോഭനാകാത്തവര്, അതാണ് അസമ്മൂഢ. ബ്രഹ്മവിദ് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞവര്, ബ്രഹ്മതത്വം ഗ്രഹിച്ചവര്. ബ്രഹ്മണി സ്ഥിത എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവര്, ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എല്ലായിടത്തും എല്ലാറ്റിലും ബ്രഹ്മത്തെ തന്നെ അനുഭവിച്ച് ആനന്ദിക്കുന്നവരായ ബ്രഹ്മനിഷ്ഠൻ. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവര് എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ പ്രിയം പ്രാപ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് പ്രിയപ്പെട്ട ലോകാനുഭവങ്ങളില് ഇന്ന പ്രഹൃഷ്യ, അവർക്ക് വിശേഷിച്ചൊരു സന്തോഷമൊന്നും അവർക്ക് കാണിക്കാറില്ല എന്നാണ് അവർ. അല്ലെ, നമ്മൾക്ക് ചില പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്, നമ്മൾ പുറമേക്ക് തുള്ളിച്ചാടും, മറ്റുള്ളവരെയും കാണിക്കും അല്ലെ. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവര് പ്രിയമെന്ന് തോന്നാവുന്ന ലോകാനുഭവങ്ങൾ ഉണ്ടായാൽ തന്നെ അവർക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും കാണിക്കാറില്ല. ഇനി അതേപോലെയോ അപ്രിയം പ്രാപിന്ന ബുദ്ധിജയിച്ച, അപ്രിയം എന്ന് തോന്നാവുന്ന ലോകാനുഭവങ്ങളില് അൺപ്ലസന്റ് എക്സ്പീരിയൻസ് അല്ലെ, അതൊക്കെ ലോകത്തിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ അവർക്ക് യാതൊരു ബോധലേഷനും ഇല്ല, ഒരു പരാതിയില്ല എന്നാണ് അവർ. ഇതാണ് ഇവരുടെ അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകള് ഉള്ളിലേക്ക് അന്തർമുഖമായിട്ട് മനസ്സ് ഫോക്കസ്ഡ് ആയിട്ടുള്ള, ഏകാഗ്രപ്പെട്ടിട്ടുള്ള ബുദ്ധിയോട് കൂടിയിട്ടുള്ള ആളുകള്, ബ്രഹ്മനിഷ്ഠന്മാര്, അവർ ഈ ലോകത്തിലുള്ള ഒന്നിനാലും പ്രലോഭിതനാകാത്തവരാണ് എന്നാണ് പറയുന്നത്. അവര് ബ്രഹ്മതത്വം ഗ്രഹിച്ചിട്ടുള്ളവരാണ്. എല്ലാ സമയത്തും എല്ലായിടത്തും എല്ലാറ്റിലും ബ്രഹ്മത്തെ തന്നെ അനുഭവിച്ച് ആനന്ദിക്കുന്നവരാണ് അവര്, ബ്രഹ്മനിഷ്ഠൻ. അപ്പൊ അവര് സാധാരണക്കാർക്ക് പ്രിയമെന്ന് തോന്നുന്ന ലോകാനുഭവങ്ങൾ അവർക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും കാണിക്കാറില്ല എന്നാണ്. ഇനി അപ്രിയം എന്ന് തോന്നാവുന്ന അനുഭവങ്ങളിലോ അവർക്കൊരു വിഷമവും ഇല്ല, ഒരു വ്യാകുലതയും അവർക്കില്ല എന്നാണ് അവർ. അപ്പൊ ഈ ബ്രഹ്മസ്ഥിതി അല്ലെ, ബ്രഹ്മസ്ഥിതിയുടെ എന്താണ് ആ ഉറപ്പ് വെളിപ്പെടുത്തുന്ന സ്ഥിരബുദ്ധി തുടങ്ങിയ ഓരോ വിശേഷണങ്ങൾ. അപ്പൊ സ്ഥിരബുദ്ധിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ഉള്ളിലേക്ക് തിരിഞ്ഞ് മനസ്സുള്ളില് ഏകാഗ്രമാവുന്നതാണ് സ്ഥിരബുദ്ധിത്വം എന്ന് പറയും. അത് ഉള്ളില് സ്ഥിരമായിട്ട് നിൽക്കും. അപ്പൊ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ആ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവില്ലേ, ആ ബുദ്ധി സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പം ഉള്ളില് മനസ്സ് ഉള്ളില് ഏകാഗ്രപ്പെട്ട് ബുദ്ധി സ്ഥിരമാകുന്നതോടുകൂടി എന്താ സംഭവിക്കുക? ഈ ലോകത്തിലുള്ള ഭോഗങ്ങളിൽ വിരക്തി വർദ്ധിക്കും എന്നാണ് പറയുന്നത്. വൈരാഗ്യം വളരാനായിട്ട് തുടങ്ങും. കാരണം ഉള്ളിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്, ഉള്ളിൽ ആ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ പുറത്തുനിന്ന് യാതൊന്നിന്റെ ആവശ്യം വരില്ല പിന്നെ. അപ്പൊ ചുറ്റുപാടുള്ള ലൗകിക ഭോഗങ്ങളില് വൈരാഗ്യം വളരാൻ തുടങ്ങും, വിരക്തി വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അസമ്മൂഢത്വം എന്ന് പറഞ്ഞാൽ വൈരാഗ്യമാണ് എന്ന് പറഞ്ഞാൽ വേറെ ലോകത്തിലുള്ള ഒന്നിനും അവരെ പ്രലോഭിപ്പിക്കാൻ സാധ്യമല്ല എന്നാണ്.
കാരണം അവരുടെ ശ്രദ്ധ ഉള്ളിലാണ്, ഉള്ളില് ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ അവസ്ഥ, ആ വിരക്തി, അതാണ് അസമ്മോഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ വൈരാഗ്യത്തിന് ഉറപ്പ് വരുന്നതോടുകൂടി ആത്മാനുഭവം തെളിയാൻ തുടങ്ങും, ബ്രഹ്മബോധം തെളിയാൻ തുടങ്ങും എന്നാണ് പറഞ്ഞത്. വൈരാഗ്യത്തിന് ഉറപ്പ് വരും. കാരണം വൈരാഗ്യം ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് പുറത്തേക്ക് പോവില്ല. അല്ലെ? ഈ വൈരാഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് പലതിന്റെയും പിന്നാലെ മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പലതിന്റെയും പിന്നാലെ മനസ്സ് ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആത്മതത്വത്തെ അനുഭവിക്കാൻ പറ്റാത്തത്. അപ്പൊ ഇവിടെ മനസ്സ് അന്തർമുഖമായി സ്ഥിരബുദ്ധി വർദ്ധിക്കുന്നു. അപ്പൊ ആ സ്ഥിരബുദ്ധി വർദ്ധിക്കുമ്പോൾ വിരക്തി, പുറമെയുള്ള അനുഭവങ്ങളോട് വൈരാഗ്യം ഉണ്ടാകും. അപ്പൊ വൈരാഗ്യം ഉറപ്പ് വരുന്നതോടുകൂടി ആത്മാനുഭവം വർദ്ധിക്കും, ബ്രഹ്മബോധം തെളിയും എന്നാണ് പറയുന്നത്. ആ ബ്രഹ്മബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ, ബ്രഹ്മബോധം തെളിയാന്ന് പറഞ്ഞാൽ സർവം ബ്രഹ്മമയം, അത് അനുഭവത്തിൽ വരും. അപ്പൊ ഇങ്ങനെ ആ ബ്രഹ്മബോധം തെളിയുമ്പോൾ എന്താ സംഭവിക്കാം? എല്ലായ്പ്പോഴും എല്ലാറ്റിലും ബ്രഹ്മത്തെ അനുഭവിച്ച് ആനന്ദിക്കാൻ ഇടവരും എന്നാണ്. അപ്പൊ എന്തൊക്കെയാണോ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ബ്രഹ്മമാണ്, ആ അനുഭവമാണ് ഉണ്ടാവും. ഉള്ളിലൊരു ആനന്ദം എപ്പോഴും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആ ഈ ഒരു ബ്രഹ്മസ്ഥിതി, ബ്രഹ്മനിഷ്ഠ സഹജമായിട്ട് വന്നിട്ട് ചേർന്നിട്ടുള്ള ആളുകൾക്ക്, അവർക്ക് ഈ ലൗകികങ്ങളായ ഇഷ്ടാനിഷ്ടങ്ങള് അല്ലെങ്കിൽ സന്തോഷം തരുന്നത്, ദുഃഖം തരുന്നത്, ഇതിലൊന്നും അവർക്ക് യാതൊരു ചിന്ത ഉണ്ടാവില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രിയങ്ങളായ കാര്യങ്ങൾ നടക്കുമ്പോൾ സന്തോഷം ഉണ്ടാവില്ല, അപ്രിയമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അവർക്കൊരു വ്യാകുലത ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊന്നും അവർക്ക് ബാധകല്ല. എന്ന് പറഞ്ഞാൽ ലൗകികമായ നല്ലതും ചീത്തയും അല്ലെങ്കിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഇതൊന്നും ബ്രഹ്മനിഷ്ഠന് ബാധകമല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവർക്ക് സുഖമൊന്നും അനുഭവിക്കുന്നുണ്ടാവില്ലേ എന്നൊരു സംശയം വരാം. അല്ലെ? നമ്മളെ സംബന്ധിച്ച് സുഖം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ പുറമെയുള്ള വസ്തുക്കളിലാണ്, അല്ലെ? ശരിയല്ല? പുറമെയുള്ള കാര്യങ്ങളിലാണ്, പുറമെയുള്ള വസ്തുക്കളില്, വ്യക്തികളിലൊക്കെയാണ് നമ്മൾ ആനന്ദവും സന്തോഷവും സുഖവും കണ്ടെത്തുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞു, ബ്രഹ്മനിഷ്ഠനായ ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ലൗകികമായ പ്രിയം അപ്രിയം ഇതൊന്നും അവർക്ക് ബാധകല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് സുഖം അനുഭവിക്കുന്നുണ്ടാവില്ലേ? അവരുടെ സുഖാനുഭവത്തിന്റെ സ്വരൂപം എന്താണ് എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. അവരെങ്ങനെയുള്ള സുഖമായിരിക്കും അനുഭവിക്കുന്നുണ്ടാവുക? അപ്പൊ ആ കാര്യമാണ് അടുത്ത 21-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 21-ാമത്തെ ശ്ലോകം ചൊല്ലി. ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദത്യാത്മനി യത് സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയ്യമശ്നുതേ. എങ്ങനെയാണ് എങ്ങനെയുള്ള സുഖമാണ് അനുഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദത്യാത്മനി യത് സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയമശ്നുതേ. അതാണ്, അവര് സുഖം അനുഭവിക്കുന്നുണ്ട്. എങ്ങനെയുള്ള സുഖം? അക്ഷയമായ സുഖമാണ് അവർ അനുഭവിക്കുന്നത്. അക്ഷയം ഒരിക്കലും ക്ഷയിക്കാത്ത സുഖമാണ് അവർ അനുഭവിക്കുന്നത്. അപ്പൊ അവർ എവിടുന്നാണ് ആ സുഖം, എങ്ങനെയാണ് അനുഭവിക്കുന്നത്? ഇപ്പോ ഇന്ദ്രിയ വിഷയം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാവുന്ന വിഷയങ്ങളില് എന്റേത്, അല്ലെ? ഇന്ദ്രിയ വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധ വരുമ്പോൾ ഞാനും എന്റെ അഹന്ത മമതകൾ വരും. ആ ഭാവനയോട് കൂടിയിട്ടാണ് പിന്നെ സുഖത്തിന് വേണ്ടി ഇന്ദ്രിയ വിഷയങ്ങളിൽ പറ്റിക്കൊടുന്നത്. അങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളില് സുഖത്തിനായിട്ട് പറ്റിക്കൂടാത്ത മനസ്സോടുകൂടിയ ആളുകള്, വൈരാഗ്യം വന്നിട്ടുള്ള ആളുകള്, അവരെവിടുന്നാണ് സുഖം കണ്ടെത്തുക ചോദിച്ചു കഴിഞ്ഞാൽ, തന്റെ ഉള്ളിൽ തന്നെ, അവനവന്റെ ഉള്ളില് ഏതൊരു സുഖമാണുള്ളത് ആ സുഖം കണ്ടെത്തുന്നു എന്നാണ് പറയുന്നത്. തന്നിൽ തന്നെയുള്ള സുഖമാണ് കണ്ടെത്തുന്നവര്. അപ്പൊ ആ തന്നിൽ തന്നെയുള്ള സുഖം അല്ലെങ്കിൽ ആത്മസുഖം കണ്ടെത്തിയ ഒരാള് പിന്നെ അദ്ദേഹം എന്താ ചെയ്യാ? ഉള്ളിലും പുറത്തും, അല്ലെ, ഒരേപോലെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ തത്വവുമായി, ആ ബ്രഹ്മവുമായി അവര് ഏകീഭവിക്കുന്നു, ഒന്നായി ചേരുന്നു. എന്നിട്ട് അതുമായിട്ട് ഒന്നായി ചേർന്നാൽ എന്താ സംഭവിക്കാം? സുഖമക്ഷയം എന്ന് പറഞ്ഞു, അല്ലെ? ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത അനന്തമായ സുഖം അനുഭവിക്കാൻ ഇടവരുന്നു എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ഒരിക്കലും നശിക്കാത്ത എന്ന് പറയാനുള്ള, അക്ഷയമായ സുഖം എന്ന് പറയാൻ കാരണം, സുഖം അക്ഷയമശ്നുതി എന്ന് പറയാനുള്ള കാരണം എന്താ?
കാരണം ആ ഒരിക്കലും നശിക്കാത്ത സുഖം എന്ന് പറയുന്നത് അവിടെയാണ് ഇരിക്കുന്നത്, ഉള്ളിലാണ് ഇരിക്കുന്നത്. അത് പുറമേയുള്ള പദാർത്ഥങ്ങളിൽ, ലൗകിക പദാർത്ഥങ്ങളിലൊന്നും ഒരിക്കലും നശിക്കാത്ത സുഖം അതിൽ നിന്ന് അനുഭവിക്കാൻ പറ്റില്ല. ശരിയല്ലേ? നമ്മളൊക്കെ അനുഭവം അതാണ് അല്ലെ? പുറമേയുള്ള പദാർത്ഥങ്ങളിൽ നിന്ന്, വസ്തുക്കളിൽ നിന്ന് നമുക്കൊരു സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ദുഃഖവും വരുന്നുണ്ട് യഥാർത്ഥത്തിൽ. പിന്നെ മാത്രമല്ല, ആ സുഖം ശാശ്വതമല്ല, അത് പെട്ടെന്ന് തന്നെ ആ സുഖം ഇല്ലാതെ. അപ്പൊ ഒരു വസ്തു നമുക്ക് സുഖം തന്ന അതേ വസ്തു തന്നെ പിന്നീട് ഒരു സന്ദർഭത്തിൽ നമുക്ക് ദുഃഖവും തരും, ദുരിതവും തരുന്നുണ്ട് അല്ലെ? ശരിയല്ലേ? അത് പുറമേയുള്ള ലൗകികമായ പദാർത്ഥങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ്. അപ്പൊ അനന്തമായ സുഖം, ഒരിക്കലും അവസാനിക്കാത്ത, നശിക്കാത്ത, ക്ഷയിക്കാത്ത അനന്തമായ സുഖം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഉള്ളില് ആത്മസുഖം കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ആത്മസുഖം കണ്ടെത്തിയ ബ്രഹ്മവുമായി ഐക്യത്തിൽ ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ, ഏകീഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവസാനിക്കാത്ത അനന്തമായ സുഖമാണ് അനുഭവിക്കുക. അപ്പൊ ഇവിടെ സുഖം എന്ന് പറയാനുള്ള കാരണം നമ്മൾ എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വസ്തുവിനെയാണ്. ഏതിനെയാ? സുഖം അല്ല, സുഖമായിട്ടിരിക്കണം. നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തിനാ ജോലിക്ക് പോകണം? സുഖമായിട്ട് ജീവിക്കാൻ അല്ലെ? കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? സുഖമായിട്ട് ജീവിക്കാൻ. വീട് കിട്ടുന്നത് എന്തിനാ? സുഖമായിട്ട് ജീവിക്കാൻ. ഒക്കെ സുഖമായിട്ട് ജീവിക്കാനാണോ അല്ലെ? ജോലിക്ക് പോകുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ. അപ്പൊ എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സുഖം അനുഭവിക്കണം, ഈ സുഖത്തിലെത്തലാണ്. അപ്പൊ സാധാരണ ആളുകളെ സംബന്ധിച്ച് അവര് എവിടെയാണ് സുഖം കണ്ടെന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും കൂടി ചേരുമ്പോണ്ടാവുന്ന ഒരു സുഖം ഉണ്ടാവുന്നുണ്ട്. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും. ഇപ്പൊ കണ്ണ് നല്ല വസ്തുക്കൾ കാണുമ്പോൾ ഒരു സുഖം, കാതില് നല്ല ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഒരു സുഖം അല്ലെ? നമ്മളെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സുഖം. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സുഖം. അപ്പോ ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് സുഖം. അതാണ് സുഖം എന്നാണ് സാധാരണ ആളുകൾ കരുതുന്നത് എന്നാണ്, സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥ എന്നാണ്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒന്നുകൂടെ ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ മനസ്സിലാവാതറിയാമോ? ഈ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും കൂടിച്ചേരുമുണ്ടാവുന്ന സുഖം പോലും യഥാർത്ഥത്തിൽ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, ആത്മനിഷ്ഠമാണ്. യഥാർത്ഥത്തിൽ ആ സുഖം പോലും ആത്മനിഷ്ഠമാണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ എന്താണ് പൗർണമി അല്ലെ? ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുകയാണ്. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു. നമ്മളിപ്പോ ഒരു ദിവസം ആകെ ടെൻഷൻ അനുഭവിക്കുന്ന അവസ്ഥയെന്ന് വിചാരിക്കുക. എന്തോ കാര്യം ആലോചിച്ച് നമ്മൾ ആകെ വറീഡാണ്, നമ്മൾ ഓടിപ്പാഞ്ഞ് നടക്കുക. ആ സമയത്ത് ഈ പൂർണ്ണചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തോന്നില്ല, ഒരു സുഖവും തോന്നില്ല. ശരിയാണോ? ഒരു സുഖവും തോന്നില്ല. നേരെ മറിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ ആ ചന്ദ്രനെ നോക്കാൻ നമുക്ക് കവിത വരും, കഥ വരും, എല്ലാം വരും. ശരിയാണോ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? നമ്മളുടെ മനസ്സ് ശാന്തമാവുമ്പോൾ നമ്മൾ ആത്മനിഷ്ഠരാകുന്നു എന്നുള്ളതാണ്. ആത്മനിഷ്ഠരാകും. ആ ആത്മനിഷ്ഠയിൽ നിന്ന് വരുന്നത് തന്നെയാണ് ഈ സുഖം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങൾ അനുഭവിക്കുമുണ്ടാവുന്ന സുഖം പോലും യഥാർത്ഥത്തിൽ വരുന്നത് ഉള്ളിൽ നിന്നാണ്. പക്ഷെ നമ്മളത് വിചാരം ചെയ്ത് നമ്മളത് അറിഞ്ഞിട്ടില്ല. അത് അറിയാത്തതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ വിഷയങ്ങളിൽ നിന്നാണ് നമുക്ക് സുഖം കിട്ടുന്നതെന്ന് കരുതുന്നു. അപ്പോ ഈ മനസ്സിനെ നമ്മൾ ഉള്ളിലേക്ക് തിരിച്ചു വിട്ടാൽ, അന്തർമുഖമാക്കി കഴിഞ്ഞാൽ, അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ, അവിടെ ഏകാഗ്രപ്പെടുത്തിയാൽ ഒന്നിനോടും ഒരു വിഷയങ്ങളുമായിട്ട് സമ്പർക്കമില്ലാത്ത ഒരു സുഖം ഉള്ളിൽ തന്നെ തെളിയും എന്നാണ് പറയുന്നത്. ഉള്ളിൽ തന്നെ ഒരു നിരപേക്ഷമായ സുഖം എന്ന് വെച്ചാൽ ഒന്നിനോടും അപേക്ഷയില്ലാതെ ഒരു സുഖം, വെറുതെ ഒരു സുഖം ഉള്ളിലുണ്ടാവും എന്നാണ് പറയുന്നത്. മനസ്സിനെ ഉള്ളിലേക്ക് തിരിച്ച് അത് ഏകാഗ്രപ്പെടുത്തി ശീലമുള്ളവർക്ക് അത് അനുഭവിച്ചിട്ടുണ്ടാവും. ഉള്ളിൽ എന്തോ ഒരു സുഖം അനുഭവിക്കും. അപ്പൊ ഉള്ളില് ആ അന്തർമുഖത, ആ ഏകാഗ്രത വർദ്ധിക്കും തോറും, അത് കൂടുന്തോറും ഈ സുഖത്തിന്റെ ഡെപ്തും വർദ്ധിക്കും എന്നാണ്. സുഖത്തിന്റെ ഡെപ്ത് വർദ്ധിക്കും, അത് വിശാലമാവും, അത് വളർന്നു വരും, കൂടി വരും ഉള്ളിലുള്ള സുഖം എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ തുടർന്ന് ഉള്ളിലും പുറത്തും ലോകം മുഴുവൻ അക്ഷയ സുഖസ്വരൂപം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത സുഖം സ്വരൂപമായിരിക്കുന്ന ഒരു വസ്തു
എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്, എന്ന് അനുഭവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതിന്റെ ക്രമം മനസ്സിലാവുന്നുണ്ടോ? ഇത് അനുഭവിക്കാൻ പറ്റും. കാരണം എല്ലായിടത്തും എന്തോ ഒരു സാധനം നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അതിന്റെ സ്വരൂപം സുഖമാണ്, ഇത് അനുഭവിക്കാൻ പറ്റും. അപ്പൊ ഈ അനുഭവമാണ് യഥാർത്ഥത്തിൽ ഒരു ബ്രഹ്മനിഷ്ഠന്റെ അക്ഷയ സുഖാനുഭവം എന്ന് പറയും. ആ സുഖത്തിന് ഒരു കുറവുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ആ സുഖം നശിച്ചു പോവില്ല. അപ്പൊ ഇതിനെ ഉണർത്തിവിടാൻ എന്താണ് മാർഗം? ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ എന്താണ് മാർഗം? അതിനുള്ള മാർഗം ഇതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന സുഖവും ആത്മനിഷ്ഠമാണ് എന്ന് പറഞ്ഞു അല്ലെ? ആത്മസുഖമാണ്, ആത്മാനുഭൂതിയാണ് എന്ന് പറഞ്ഞു. ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടോ അതിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി യഥാർത്ഥത്തിൽ ആത്മാനുഭൂതിയാണ്. പക്ഷെ അത് തിരിച്ചറിയാത്തതുകൊണ്ട് നമ്മളുടെ ശ്രദ്ധ ആ വിഷയങ്ങളിലാണ്. ആ വിഷയങ്ങളിൽ തന്നെ ശ്രദ്ധ വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? കുറച്ചു കഴിഞ്ഞാൽ ആ സുഖം അങ്ങോട്ട് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ വിഷയത്തെ മാറ്റും, വേറൊരു വസ്തുവിനെ നമ്മൾ എടുക്കും. എങ്ങനെയാണ് പദാർത്ഥങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഇന്ദ്രിയ വിഷയം അനുഭവിക്കുമ്പോഴും ഒന്നും വേണ്ടാന്ന് പറയുന്നില്ല. എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളും നമ്മൾക്ക് അനുഭവിക്കാം, ആസ്വദിക്കാം. പക്ഷെ അത് അനുഭവിക്കുമ്പോഴും നമ്മളെ ശ്രദ്ധ എവിടേക്ക് വേണമെന്നറിയാമോ? ശ്രദ്ധ ഉള്ളിലായിരിക്കണം. ഉദാഹരണത്തിന് ഒരു പുഷ്പം, അതിന്റെ ഗന്ധം, അതിന്റെ സുഗന്ധം ആസ്വദിക്കുമ്പോൾ, എല്ലാവരും ഇവിടെ ഉണ്ടോ? എല്ലാവരും ഉണ്ടല്ലോ അല്ലോ ഇവിടെ? ഓക്കെ. മനോഹരമായൊരു പുഷ്പം, ഒരു റോസാപ്പൂ എന്ന് വിചാരിക്കും. അത് നമ്മൾ കാണുമ്പോൾ ഒരു സന്തോഷമോ, അതിന്റെ ആ ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഉള്ളിൽ ഒരു സന്തോഷം. പിന്നെ നമ്മളത് മണക്കുന്നു, അതിന്റെ സുഗന്ധം ആസ്വദിക്കുന്നു, ഉള്ളിൽ എന്തോ ഒരു സുഖം അനുഭവിക്കുന്നു. നമ്മൾ എന്താ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉള്ളിൽ ഉണർന്നു വരുന്ന ആ സുഖത്തെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളുടെ ശ്രദ്ധ എവിടെയാ? ഈ വസ്തുവിൽ, പുഷ്പത്തിൽ തന്നെയാണ്. അപ്പൊ ഉള്ളിൽ ഉണർന്നു വരുന്ന ആ ഒരു സുഖം അല്ലെങ്കിൽ ആനന്ദം, എന്തോ ഒരു ഉണർവ്, ഒരു അനുഭൂതി, അതിൽ ശ്രദ്ധിക്കാതെ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? കുറച്ചു കഴിഞ്ഞാൽ അത് അപ്രത്യക്ഷമാവും, അത് പോകും. അപ്പൊ അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വസ്തു കയ്യിലിരുന്നാലും നമുക്കൊന്നും തോന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ മാറ്റും, വേറൊന്നിനെടുക്കും. എങ്ങനെയാണ് വസ്തുക്കളുടെ പിന്നാലെ. അപ്പൊ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പുഷ്പം, നമ്മൾ അതിന്റെ സുഗന്ധം നമ്മൾ ആസ്വദിക്കുന്നു. അത് ആസ്വദിക്കുന്ന സമയത്ത് ഉള്ളിൽ ഉണർന്നു വരുന്ന ആ ഒരു സുഖം, ആ ഒരു അനുഭൂതി, അതിലേക്കാണ് നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടത്. അപ്പൊ അതിലേക്ക് ശ്രദ്ധ വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് വളരാനായിട്ട് തുടങ്ങും. അത് വളരാൻ തുടങ്ങും. നേരത്തെ പറഞ്ഞ അതിന് ഡെപ്ത് വരാൻ തുടങ്ങും. അപ്പൊ അത് വളരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ കയ്യിലുള്ള പൂവിലെ ശ്രദ്ധ പോവും. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളിലുള്ള അനുഭൂതി അതിങ്ങനെ അനുഭവിക്കാൻ പറ്റും. മനസ്സിലായോ? ഇതൊരു പ്രാക്ടീസാണ്. അത് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഏത് വിഷയവുമാവാം, ഇങ്ങനെ ഏത് വിഷയവുമാവാം. അപ്പൊ അതിൽ വരുന്ന അനുഭൂതി, ഉള്ളിൽ എന്താണ് മാറ്റം ഉണ്ടാക്കുന്നത്, അതിലേക്കാണ് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരേണ്ടത്. അപ്പൊ അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ അത് വളരാനായിട്ട് തുടങ്ങും. ഒരിക്കലും നശിക്കാത്ത അവസ്ഥയിൽ, അതാണ് അക്ഷയ സുഖാനുഭവത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ ആ ഉള്ളിലുള്ള സുഖം എന്ന് പറയുന്നത് പിന്നീട് വേറൊന്നിന്റെ ആവശ്യമില്ല, പുറമേയുള്ള ഒന്നിന്റെയും ആവശ്യമില്ല അതിനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട്. അത് നിരപേക്ഷമാണ്. അങ്ങനെ നിരപേക്ഷമായിട്ട് ഉള്ളിൽ തെളിയുന്ന ആ സുഖം ക്രമത്തില് ഒരിക്കലും നശിക്കാത്ത അവസ്ഥയിലേക്ക് എപ്പോഴും അത് അനുഭവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. മറിച്ച് ഇന്ദ്രിയ വിഷയവുമായി ചേർന്നത് കൊണ്ടാണ് സുഖം അനുഭവിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? അത് കുറച്ച് സുഖം കിട്ടുന്നുള്ളൂ, അത് അങ്ങേയറ്റം ദുഃഖത്തിലേക്കാണ് നയിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെ തുടർന്ന് ഈ വിഷയങ്ങൾ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം, അത് ദുഃഖത്തിന് കാരണമാകുന്നതിനെ കുറിച്ചാണ് ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞു, വിഷയസുഖങ്ങളാണ് നമ്മൾ ആശ്രയിക്കുന്നെങ്കിൽ അതൊരിക്കലും ശാശ്വതമായിട്ട് നിൽക്കില്ല, അത് നാശിക്കുന്നതാണ്, പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്നതാണ്, അത് തന്നെ നമ്മൾ ദുഃഖമുണ്ടാക്കുന്നതാണ് എന്ന് പറയും. അപ്പൊ ഇനി ആ വിഷയങ്ങൾ എങ്ങനെയാണ് ദുഃഖം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇനി അടുത്തത് ഭഗവാൻ പറയാൻ പോകുന്നത്. 22-ാമത്തെ ശ്ലോകം ചൊല്ലുക. യേഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയ ഏവ തേ ആദ്യന്തമന്തഃ കൗന്ദേയ ന തേഷു രമതേ ബുധാഃ. ഏഹി സംസ്പർശജാ ഭോഗ
ദുഃഖയോനയ ഏവതേ ആദ്യന്തവന്ത കൗന്ദേയ ന തേഷു രമതേ ബുധ. അർജുനോട് പറയണ, അല്ലയോ അർജുന, അല്ലയോ കുന്തിപുത്ര, കൗന്ദേയ കുന്തിപുത്ര. അപ്പോ ഏതൊക്കെയാണോ ഇന്ദ്രിയ വിഷയങ്ങളുമായി ചേർന്നുകൊണ്ട് ഉണ്ടാവുന്ന സുഖാനുഭവങ്ങള്, അപ്പോ അതൊക്കെ ദുഃഖത്തിന് കാരണമാവുന്നുണ്ട് എന്ന് പറയാണ്. ദുഃഖഹേതുക്കളാണ് അതൊക്കെ. ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നുണ്ടാവുന്ന സുഖങ്ങളൊക്കെ അതിൽ നിന്ന് ദുഃഖമുണ്ടാവും. എന്തുകൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത് പറയാനുള്ള കാരണം? ദുഃഖം ഉണ്ടാവുന്നത് പറയാനുള്ള കാരണം ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് പറയുന്ന അതൊക്കെ തുടക്കവുമുണ്ട് ഒടുക്കവുമുണ്ട്. അതിനൊരു തുടക്കമുണ്ട്, അതിനൊരു അവസാനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉണ്ടായി നിലനിന്ന് ഉണ്ടാവാത്തതൊക്കെ നമ്മളെ ദുഃഖിപ്പിക്കുന്നതാണ്. ശരിയല്ലേ? ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സന്തോഷം, നിലനിൽക്കുന്ന കാണുമ്പോൾ ഒരു സുഖം, പിന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദുഃഖം. അതാ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമുക്ക് ദുഃഖം തരുന്നതാണെന്ന് പറയാനുള്ള കാരണം അതാണ്. അതിന് തുടക്കവുമുണ്ട് ഒടുക്കവുമുണ്ട്. നേരെ മറിച്ച് ആത്മാനന്ദം എന്ന് പറയുന്നത്, ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിന് തുടക്കവുമില്ല അവസാനവുമില്ല, അതെപ്പോഴും ഉള്ളതാണ്. അപ്പൊ സത്യദർശികളായ ആളുകൾ അവരെന്താ ചെയ്യാം? അവർ ആത്മാനന്ദമാണ് കണ്ടെത്തുന്നത്, ഒരിക്കലും നാശമില്ലാത്ത ആത്മാനന്ദം കണ്ടെത്തുന്നു. അവരാണ് സത്യദർശികള്. അപ്പൊ അങ്ങനെയുള്ളവര് ഇന്ദ്രിയ വിഷയങ്ങളിൽ സുഖം കാണുന്നേ ഇല്ല എന്നാണ് പറയുന്നത്. ഇന്നത്തേഷു രമതേ ബുധ. ആത്മാനന്ദം കണ്ടെത്തിയ സത്യനിഷ്ഠരായ ആളുകള് പുറമേയുള്ള വിഷയങ്ങളിൽ സുഖം അന്വേഷിച്ചു പോകുന്നില്ല എന്നാണ് പറയുന്നത്. അവർക്ക് ആ സുഖം ആവശ്യമില്ല. കാരണം അത് നിസ്സാരമാണെന്ന് അവർ ബോധ്യം വന്നിട്ടുള്ളവരാണ്. കാരണം പുറമേയുള്ള വിഷയങ്ങളെ ആശ്രയിച്ച് അതിൽ നിന്ന് സുഖം നേടാൻ ശ്രമിക്കുന്നവര്, സുഖം നേടുന്നത് അത് ദുഃഖത്തിന് കാരണമാവുമെന്ന് ഇവർക്കറിയാം. സത്യനിഷ്ഠരായ ആളുകൾക്ക് അറിയാം എന്നാണ് പറയുന്നത്. പുറമേയുടെ വിഷയങ്ങളിലെ സുഖം പിന്നീട് ദുഃഖത്തിന് കാരണമാവും. കാരണം ഇതാണ് പറയുന്നത്, അതിന് തുടക്കമുണ്ട് അവസാനമുണ്ട് എന്ന് പറയും. അതുതന്നെയാണ് പ്രധാനപ്പെട്ട ദുഃഖം എന്ന് പറയുന്നത്. കാരണം ആ വിഷയസുഖത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് വിഷയ സാമഗ്രികളാണ്, വസ്തുക്കളാണ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരു സുഖം തുടങ്ങും അല്ല, കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച ഒരു പദാർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ, ഭൗതികമായിട്ടുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളിലൊരു സുഖം തുടങ്ങും. ഇനി അത് നേടാനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കും, പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ സുഖമില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ദുഃഖം അനുഭവിക്കേണ്ടി വരും. നമ്മളുടെ ലക്ഷ്യം നേടുമ്പോൾ അല്ലെ, ആ വസ്തു നേടാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇനി അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു സാധനം നമ്മൾ കൈക്കലാക്കി എന്ന് വിചാരിക്കുക, സ്വന്തമാക്കി എന്ന് വിചാരിക്കുക. അത് സ്വന്തമാക്കി കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു ഈ വിഷയങ്ങളുള്ള വസ്തുക്കളൊക്കെ ജഡമാണ് നേരത്തെ പറഞ്ഞു. അപ്പൊ അതിനൊരു കുഴപ്പവും പറ്റാതെ കേടുപാട് കൂടാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ, അതൊരു ക്ലേശമാണ്. ഇനി എത്ര തന്നെ ക്ലേശം അനുഭവിച്ച് നമ്മൾ അതിനെ സൂക്ഷിച്ചാലും അത് എല്ലാ കാലത്തും സ്ഥിരമായിട്ട് ഒരു കേടും ഇല്ലാണ്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ നമ്മൾക്ക്? പറ്റില്ല. കാരണം വസ്തുക്കളൊക്കെ കാലം ചെല്ലുന്തോറും അതിന് പഴക്കം വരും, രൂപമാറ്റം വരും, അത് നശിച്ചു പോകും, യാതൊരു സംശയവുമില്ല. അപ്പൊ എന്താ സംഭവിക്കുക? അതിനെ കേടുകൂടാതെ സ്ഥിരമായിട്ട് സൂക്ഷിക്കാൻ പറ്റില്ല ആ പദാർത്ഥത്തെ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിന് കേട് വരുമ്പോൾ, അത് ജീർണിക്കാൻ തുടങ്ങുമ്പോ, നശിക്കാൻ തുടങ്ങുമ്പോ ഉള്ളിൽ ദുഃഖം വരും. അപ്പോ നശിക്കുമ്പോ എന്താ സംഭവിക്കുക? നേരത്തെ ഉണ്ടെന്ന് തോന്നിയ സുഖം ഇല്ലാതാവുകയാണ് അവിടെ. അപ്പൊ മനസ്സിലായോ ഇതിന്റെ ക്രമം എന്ന് പറയുന്നത്? പിടികിട്ടിയോ? ഇതാണ് സംഭവിക്കുന്നത്. അതില്ലാതെ ആ സുഖം പോകും. ഇനി ഈ സാമഗ്രികളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, വിഷയ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൗതിക ചിന്തയിലാണ് ഒരാളുടെ ശ്രദ്ധ. ഭൗതിക തലത്തിൽ, ഭൗതിക ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പുണ്യപാപ ചിന്തകൾ വരും. കാരണം അവിടെ ദ്വൈതത്തിലാണ് അല്ലെ, ദ്വൈതത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പൊ അവിടെ ഈ പുണ്യപാപങ്ങളുടെ ചിന്ത വരും. പിന്നെയോ രോഗം തുടങ്ങിയ ദുഃഖങ്ങള്, താപങ്ങള്, അതൊക്കെ അതിന്റെ ക്ലേശം അനുഭവിക്കാനിടയായി കഴിഞ്ഞാൽ പിന്നെ ഈ സുഖം തരുന്ന വസ്തുക്കളൊക്കെ എന്ത് സംഭവിക്കുക? പിന്നീട് അദ്ദേഹത്തിന് സുഖിപ്പിക്കാതാവുമെന്ന് മാത്രമല്ല, ശരീരം കൊണ്ട് വയ്യാണ്ടായി അല്ലെ, രോഗങ്ങളൊക്കെ വന്ന് ശരീരം കൊണ്ട് വയ്യാണ്ടായി എന്ന് വിചാരിക്കുക. ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കാൻ വയ്യ. അപ്പൊ മുമ്പ് സുഖം തന്നിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ
പുറമേ നിന്ന് പ്രലോഭിച്ചുകൊണ്ടിരിക്കും, നമുക്ക് കഴിക്കാനോട്ട് വയ്യേനും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വസ്തുക്കളൊക്കെ പുറമേ നിന്ന് നമ്മളെ കണ്ണുരുട്ടി ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഇത് അനുഭവിക്കാനുള്ള കഴിവില്ല, രോഗം വന്നു, ഒന്നും ചെയ്യാൻ വയ്യ. അതാണ് ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ അതിനെ ആശ്രയിച്ചുള്ള കുഴപ്പം അതാണ് എന്നാണ് പറയുന്നത്. ഇനി എല്ലാ കാര്യങ്ങളൊക്കെ അനുകൂലമായി നമ്മൾ വിഷയസുഖം അനുഭവിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആ വിഷയസുഖം അനുഭവിച്ചാലും അപ്പോഴും ഒരു തരത്തിലുള്ള ഒരു സുഖം ബാക്കിയാവുന്ന ഒരു ദുഃഖം അവശേഷിക്കും എന്നാണ് പറയുന്നത്. എന്താ കാര്യം അറിയാമോ? കാരണം പുതിയ പുതിയ വിഷയങ്ങളെ നേടാനുള്ള ഒരു പ്രേരണ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം സംസ്കാരം അതാണ്. കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു പദാർത്ഥം ഞാൻ നേടിയെടുത്തു, അതിൽ നിന്ന് എനിക്ക് സുഖം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? വീണ്ടും പല പദാർത്ഥങ്ങൾ സ്വന്തമാക്കാനുള്ള ആഗ്രഹം വരും, അതിന്റെ പിന്നാലെ പോകാനുള്ള ആഗ്രഹം വരും. കാരണം കൂടുതൽ സുഖം അനുഭവിക്കുന്നുള്ളൊരു തോന്നല്, അത് ഉള്ളിലുള്ള സംസ്കാരമാണ് അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത പദാർത്ഥത്തിലേക്കായി ശ്രദ്ധ. അപ്പൊ ഇങ്ങനെ ആവുമ്പോ എന്താ സംഭവിക്കുക? ജനിക്കുക മരിക്കുക എന്നുള്ള ആ ചക്രത്തില് തിരിഞ്ഞുകൊണ്ടേയിരിക്കാനിടയാവും. കാരണം എല്ലാ ആഗ്രഹങ്ങളും ഈ ജന്മത്തിൽ സാധിച്ചോളണമെന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ബാക്കിയാകുന്ന ആഗ്രഹങ്ങളുമായിട്ട് പോകും. എന്നിട്ട് അത് സാധിക്കാനായിട്ട് വീണ്ടും ഇങ്ങോട്ട് വരും, തുടർന്ന് വീണ്ടും അവശേഷിക്കുന്നതായിട്ട് പോകും, വീണ്ടും തിരിച്ചു വരും. ഇങ്ങനെ ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിന് വിരുദ്ധമായി നേരെ മറിച്ച് നേരത്തെ പറഞ്ഞാൽ ആത്മസുഖം, അതിന് തുടക്കത്തിൽ തന്നെ അഭ്യാസം ചെയ്യാൻ ഒറ്റ എഫേർട്ടേ ആവശ്യമുള്ളൂ എന്നാണ് പറയുന്നത്. ആത്മസുഖത്തിന് ഒരു അഭ്യാസം വേണം, അതൊരു ശ്രമം, അത് മാത്രമേ വേണ്ടൂ എന്നാണ് പറയുന്നത്. എന്താ കാരണം? ആ ഒരു തുടക്കത്തിലുള്ള ഒരു ശ്രമം മാത്രമേ വേണ്ടൂ. കാരണം ഒരിക്കൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ആത്മസുഖത്തിനുള്ള ആ ഒരു എഫേർട്ട് അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളർന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അത് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അത് വളർന്നുകൊണ്ടിരിക്കുമ്പോഴും എന്താ സംഭവിക്കുക? ബുദ്ധി വളരെ പ്രസന്നമാവും, മനസ്സ് വളരെ പ്രസന്നമാവും. എന്ന് മാത്രമല്ല ഉള്ളിലൊരു സുഖം, ഒരു ആനന്ദം, ഒരു തൃപ്തിയൊക്കെ അനുഭവിക്കാനാണ് വരും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിഷയാനുഭവങ്ങളെ പോലും അതാതിന്റെ സ്ഥാനത്ത് നിർത്താൻ സഹായിക്കും അത് അനുഭവം എന്നാണ് പറയുന്നത്. പിന്നെന്താ സംഭവിക്കുക? പിന്നെ തുടർന്ന് അത് വളരും തോറും സത്യത്തിന് വ്യക്തമായ സത്യബോധം ഉണ്ടാക്കും. അതിലൂടെ സത്യത്തെ കാണിച്ചു തരും. ആ സത്യനിഷ്ഠ സഹജമായി തീരും എന്നാണ് പറയുന്നത്. അപ്പൊ ആ ബോധം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം നഷ്ടപ്പെട്ടാൽ പോലും അതിന് വേർപെടുത്താൻ കഴിയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ മരണത്തിന് പോലും ആ സത്യത്തെ വേർപെടുത്താൻ ആൾക്ക് സാധിക്കില്ല എന്നുള്ള ബോധം തെളിയും എന്നാണ് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെന്താണ്? ഈ ജനന മരണ ചക്രത്തിന്റെ തിരിച്ചിൽ അതോടുകൂടി നിൽക്കും എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ആ ഒരു അവസ്ഥയിലേക്ക് വരേണ്ടി വരില്ല. അപ്പൊ ഇങ്ങനെ ആത്മസുഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആത്മസുഖം അറിയുന്ന സത്യനിഷ്ഠൻ അല്ലെങ്കിൽ സത്യദർശി, അവർക്ക് ദുഃഖം തരുന്ന ഈ ഇന്ദ്രിയ വിഷയാനുഭവങ്ങളിൽ അവർക്ക് എന്ത് സന്തോഷമാണ്, അവർക്ക് എങ്ങനെ താല്പര്യം ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. അതിനോടൊന്നും ഒരിക്കലും കാരണം അതിനേക്കാൾ എത്രയോ ഇരട്ടി സുഖമാണ്, ആനന്ദമാണ് ഉള്ളിൽ നിന്ന് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു വസ്തുവും ഇല്ലാതെ. മനസ്സിലാവുന്നുണ്ട്? യഥാർത്ഥത്തിൽ ഉള്ള വസ്തു മാത്രം, അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആത്മസുഖം ഇത്രയ്ക്ക് വളരെ വിലപ്പെട്ടതാണെന്ന് പറഞ്ഞു, ഇറ്റ് ഇസ് സോ പ്രഷ്യസ് എന്ന് പറഞ്ഞു. പക്ഷെ അത് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റണില്ലല്ലോ, പറ്റില്ല, എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആത്മസുഖത്തെ മറച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിനെ ആവരണം ചെയ്തിരിക്കുന്നു. ഏതുപോലെ എന്നുള്ളത് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് അല്ല, അഗ്നിയെ പുക മറച്ചിരിക്കുന്നത് പോലെ, കണ്ണാടിയെ അഴുക്ക് മറച്ചിരിക്കുന്നത് പോലെ, ഗർഭസ്ഥ ശിശുവിനെ ഉത്ഭം അല്ലെ ജരായു അത് മറച്ചിരിക്കുന്നത് പോലെ ആത്മസുഖത്തെ മറച്ചിരിക്കുകയാണ് നമ്മളുടെ ഉള്ളിലെ കാമക്രോധങ്ങള് എന്നാണ് പറയുന്നത്. അത് നേരത്തെ മുമ്പിൽ 3-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതിനെന്താ ഒരു മാർഗം? അല്ലെ, എല്ലാവർക്കും ഈ ആത്മസുഖം അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് മറഞ്ഞിരിക്കണം, ആത്മസുഖം മറഞ്ഞിരിക്കുന്നു. ചിലർക്ക് അഗ്നിയെ എങ്ങനെയാണോ പുക മറയ്ക്കുന്നത് അതേപോലെ മറച്ചിട്ടുള്ളൂ. ഉള്ളിൽ അഗ്നി ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ പുക കൊണ്ട് ഒന്ന് മങ്ങിയിരിക്കണോ മാത്രമേ. ചിലർക്ക് അങ്ങനെയാണ് ആത്മസുഖം. ചിലർക്ക് കണ്ണാടിയിൽ മാലിന്യം പിടിച്ച പോലെ, അഴുക്ക് പിടിച്ച പോലെയാണ് ചിലർക്ക്. പക്ഷെ ഉള്ളിലുണ്ട്, കണ്ണാടി ഉണ്ട്, ആ മാലിന്യം നീക്കി കഴിഞ്ഞാൽ കണ്ണാടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. ചിലർക്ക് കുഞ്ഞിനെ പൊതിഞ്ഞിരിക്കുന്ന ആ ചർമ്മം പോലെ ഒക്കെയാണ് എന്നാണ് പറയുന്നത്.
അപ്പൊ ഇത് മറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്താണ് ഒരു മാർഗം, ഒരു പോംവഴി? ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്താണ് ഒരു പോംവഴി? ഈ സംശയം തീർക്കുകയാണ് അടുത്ത ശ്ലോകത്തില്. അത് നമുക്ക് നാളെ നോക്കാം. നാളെ കാണാം. കണ്ണുകൾ അടച്ചു വയ്ക്കൂ. ക്ലോസ് യുവർ ഐസ്. എന്നിട്ടെല്ലാം നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തിരിക്കുന്നു. ദീർഘമായി ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു. തോളുകൾ അയഞ്ഞിരിക്കുന്നു. ഉള്ളിൽ അനുഭവപ്പെടുന്ന ആനന്ദം, ശാന്തി, അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. അതിൽ തന്നെ വിശ്രമിക്കൂ. ഓം സം സമിദ്ധ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനഃ സഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രേവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗോദിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായി ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.